അധികാരം കിട്ടുവോളം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടുവോളം വോട്ട് ഉറപ്പിക്കുവോളം വോട്ട് കിട്ടി ജയിക്കുവോളം ഞങ്ങൾ മാനവസേവ തന്നെയാണ് മാധവസേവ എന്ന മുദ്രാവാക്യം മുഴക്കുകയും അധികാര കസേരയിലേറിയാൽ വോട്ട് നേടി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് മാധവന്മാർ, ഞങ്ങളാണ് ഈശ്വരന്മാർ എന്ന ആഢ്യ മനോഭാവം കാണിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട നീച നേതാക്കളാണ് BJPക്ക് ഉള്ളതെന്ന് ഒരിക്കൽ കൂടി വി മുരളീധരനിലൂടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ സുരേഷ് ഗോപി എന്ന ഒരാളെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചതിൻ്റെ വേദന പേറുന്നവരാണ്. ഇതുപോലെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു MP-യെ കേരളക്കര കണ്ടിട്ടില്ലെന്ന സുരേഷ് ഗോപിയുടെ വൈകൃതങ്ങൾ, വ്യക്തി വൈകൃതങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും അദ്ദേഹം ക്യാമറകൾക്ക് മുന്നിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ട് മലയാളി വിധിയെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപേക്ഷ കൊടുക്കാനെത്തുന്ന വ്യക്തിയെ അധിക്ഷേപിച്ചു വിടുന്ന സുരേഷ് ഗോപിയെ പോലെ തന്നെയാണ് വി മുരളീധരനുമെന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വി മുരളീധരൻ ഇന്നലെ എന്താണ് കാണിച്ചത്? ഒരു ട്രൈബൽ സ്കൂളാണ്. ട്രൈബൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അവിടെ പ്രവേശന ഉത്സവത്തിന് ആ വകുപ്പിൻ്റെ പ്രത്യേക വകുപ്പിൻ്റെ മന്ത്രി ഒത്താണ് ഈ MLA പോയത്. MLA വി മുരളീധരനോട് മിഠായി കൊടുക്കാൻ അവിടെയുള്ള അധികൃതർ പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്തത് എന്താണ്? ഡെസ്കിലേക്ക് മിഠായി ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. കുട്ടികളുടെ കൈകളിലേക്ക് ഒരു സ്നേഹവാത്സല്യത്തോടെ കൊടുക്കുന്നതിന് അയാൾ വൈമുഖ്യം കാണിച്ചിരിക്കുന്നു. ഇത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്ന വിധി എഴുതിക്കഴിഞ്ഞു കേരളം. ഇത് ധാർഷ്ട്യമാണ്. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സവർണ മേധാവിത്വത്തിൻ്റെ അനുരണനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ കരുതുന്നത് ഇവർ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് വിജയിച്ചു, അതുകൊണ്ട് ഒരു ഹിന്ദുത്വ അജണ്ട മനുസ്മൃതിയിൽ കാണുന്നത് പോലെ ജാതി മേൽക്കൊയ്മ, ജാതി മാമൂലുകൾ നടപ്പിലാക്കാമെന്ന മനസ്സിൻ്റെ ഉള്ളിലെ ധാരണയാണ് പുറത്തു വരുന്നത്. അതാണ് ഈ ആക്ഷനുകളിലൂടെ സുരേഷ് ഗോപി കാണിക്കുന്ന ആക്ഷനുകളെ കുറിച്ച് ഞാനിനി പറഞ്ഞ് ഒരിക്കൽ കൂടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വി മുരളീധരൻ്റെ ആക്ഷനിലൂടെ പുറത്തു വന്നത് അതുതന്നെയാണ്. കാരണം എന്താണ്? ഞാൻ ഇവിടുത്തെ സവർണനാണ്, ഞാൻ ഇവിടുത്തെ MLA ആണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഞാൻ ഭൂരിപക്ഷ ഹിന്ദുത്വത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഭൂരിപക്ഷ വർഗീയതയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾ നക്കിയിട്ട് പോകൂ, നിങ്ങളെല്ലാം ജാതിയിൽ കുറഞ്ഞവരാണ്, അല്ലെങ്കിൽ വേറെ മതത്തിൽപ്പെട്ടവരാണ്, വേറെ സമുദായത്തിൽപ്പെട്ടവരാണ്, നിങ്ങൾക്ക് എൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും തരാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഇത് തന്നെയല്ലേ അയിത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാലം അനുഭവിച്ചിരുന്നത്? അവിടെയൊക്കെയല്ലേ പോരാടി നമ്മൾ വിജയിച്ചത്? നമ്മുടെ നവോത്ഥാന നായകന്മാർ നമ്മളെ പോരാട്ടത്തിലേക്ക് നയിക്കുകയും നമ്മൾ വിജയിക്കുകയും ചെയ്തത് എവിടെയാണ്? ഇത്തരം അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന അധർമ്മ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ വിമോചിതരായത്. മുലയറുത്ത് പ്രതിഷേധിച്ച നങ്ങേലിയുണ്ട് നമുക്ക്, അതുപോലെ അയ്യങ്കാളിയുണ്ട് നമുക്ക്, അതുപോലെ ഗുരുദേവനുണ്ട് നമുക്ക്, അതുപോലെ ചട്ടമ്പി സ്വാമികളുണ്ട് നമുക്ക്. ഇവരൊക്കെ കാണിച്ചു തന്ന വഴികളിൽ നിന്ന്, നേരിൻ്റെയും എളിമയുടെയും അതുപോലെ തന്നെ ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വഴികളിൽ നിന്ന് മലയാളിയെ മാറി നടക്കാൻ, അധികാരം കിട്ടിയാൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് വി മുരളീധരൻ എന്ന വ്യക്തി ചെയ്തത്. തുച്ഛമായ വോട്ടുകൾക്കാണ് ഇദ്ദേഹം ജയിച്ചത് എന്ന് നമുക്കറിയാം. അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM വിധി എഴുതുകയും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഇടത് നേതാവ് CPIയിലെയോ CPMയിലെയോ ഇനി വേറെ ഏതെങ്കിലും പക്ഷത്തിനൊപ്പം നിൽക്കുന്ന വേറെ ഏതെങ്കിലും കക്ഷിയുടെ MLA ആണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇതായിരിക്കുമോ സ്ഥിതി എന്നുകൂടി പ്രിയപ്പെട്ട നമ്മുടെ വാർത്തയുടെ നവയുടെ പ്രേക്ഷകർ ചിന്തിക്കണം. ഇങ്ങനെ ആയിരിക്കില്ല സ്ഥിതി. അതുപോലെ തന്നെ BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടി വിശദമായി പറയാം. അവിടെ ഇതുപോലെ നിർഗുണ പരബ്രഹ്മമായ ഒരു മേയറുണ്ട്, VV രാജേഷ്. അയാളുടെ ധാർഷ്ട്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുകളിലാണ് എന്ന് തോന്നിപ്പോകും. വി മുരളീധരൻ ഇന്നലെ സ്കൂൾ കുട്ടികൾക്ക് ഒരു മിഠായി എടുത്ത് കയ്യിൽ കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടാകുമായിരുന്ന നന്മ, എളിമ, അതൊക്കെ അയാൾ തച്ചുടച്ചിരിക്കുന്നു. ഒരു ജനപ്രതിനിധി തൻ്റെ മുന്നിലിരിക്കുന്ന പിഞ്ച് കുട്ടികൾക്ക് സന്തോഷത്തോടെ ഒരു മിഠായി കൊടുക്കുന്നതാണോ, അവരുടെ മുന്നിൽ മുട്ടായി തട്ടി വെച്ചിട്ട് പോകുന്നതാണോ നല്ലത്?
ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട വിഷയമാണ്. BJP-കാരൻ്റെ അമേധ്യവും അമൃതാണെന്ന് എടുത്ത് ധരിക്കുന്ന കുറേ ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. അമേധ്യവും അമൃതാണ് അവർക്ക്. അതുകൊണ്ട് ഇതൊക്കെ അവർക്ക് പുച്ഛമായിരിക്കും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുച്ഛിച്ച് തള്ളിയേക്കാം. പക്ഷേ ഇത് ശരിയായ നടപടിയല്ല, ശരിയായ രീതിയല്ല, ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഉള്ളിൽ ഇവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാവി രാഷ്ട്രീയത്തിൻ്റെ, അധർമ്മ രാഷ്ട്രീയത്തിൻ്റെ, നീച രാഷ്ട്രീയത്തിൻ്റെ, തൊട്ടുകൂടായ്മയുടെ, അയിത്തത്തിൻ്റെ, സവർണ മേധാവിത്വത്തിൻ്റെ വിഷമാണ് എടുത്ത് പുറത്ത് കാണിക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതിനെതിരെ സമൂഹം ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.